SFIO അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. രാവിലെ 10:30 ഹർജി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസമാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മലപ്പുറം നിലമ്പൂർ നെടുങ്കയ്യത്ത് പുഴയിലിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. തിരൂർ കൽപ്പകഞ്ചേരി MSM സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുർഷിന, 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ റുദ എന്നിവരാണ് മരിച്ചത്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിന് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങും മുൻപ് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ആണ് അപകടം ഉണ്ടായത്. 3 കുട്ടികളിൽ ഒരാളെ അധ്യാപകൻ മുങ്ങിയെടുത്ത് രക്ഷിച്ചു. എന്നാൽ 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടികൾ മരിച്ചു. മുങ്ങിത്താരുന്ന 2 കുട്ടികളെയും വനം ഡ്രൈവർ സിദ്ദിഖലി, നെടുങ്കയം കോളനിക്കാരും മുങ്ങിയെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നയിക്കുന്ന പാകിസ്ഥാൻ തെഹ്രീക ഇൻസാഫ് പാർട്ടിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ തന്നെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ ഇന്നും തുടരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഫലം പ്രഖ്യാപിച്ച 201 സീറ്റിൽ ഇമ്രാന്റെ PTI പിന്തുണയ്ക്കുന്ന സ്വതന്ത്രർ 86 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന PMLN 59ലും ബിലാവൽ ഭുട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 44 സീറ്റിലും ജയിച്ചിട്ടുണ്ട്. നാഷണൽ അസംബ്ലിയിലെ 265 സീറ്റുകളിലേക്കാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത്. 133 സീറ്റ് നേടിയാൽ സർക്കാർ ഉണ്ടാക്കാം. അതേസമയം ഒറ്റയ്ക്ക് ഭരണം നേടുമെന്നാണ് ഇമ്രാൻഖാൻ അനുകൂലികൾ വാദിക്കുന്നത്. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വിലക്ക്. സിനഡ് അംഗീകൃതമില്ലാത്ത കുർബാന അർപ്പിക്കുന്നത് എറണാകുളം മുനിസിപ്പൽ കോടതി തടഞ്ഞു. ജനാഭിമുഖ കുർബാനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി പള്ളിയിൽ കോടതി നോട്ടീസും പതിച്ചു. ഇടവകയിലെ വിശ്വാസികൾ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. നേരത്തെ ഗാന്ധിനഗർ മാതാനഗർ പള്ളിയിലും തിരുവാങ്കുളം പള്ളിയിലും ജനാഭിമുഖ കുർബാന വിലക്കിയിരുന്നു.